ദിലീപിൻ്റെ പടം കാണാൻ വന്നിരിക്കണ എല്ലാവരും കൂടിയിട്ട് ദിലീപിൻ്റെ പ്രിൻസ് കാണാനായിട്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ദിലീപിൻ്റെ പടം കണ്ടിട്ടാവട്ടെ. ഓക്കെ, പടം കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓടിപ്പോണ്ട് പടം കാണാനായിട്ട് നല്ല പടമായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. കണ്ടിട്ട് അഭിപ്രായം പറയട്ടാ. ദിലീപിൻ്റെ പടം കാണാൻ വന്നിരിക്കണം. ദിലീപിൻ്റെ പടം ഫാമിലിയിട്ട് കാണാൻ വന്നിരിക്കുന്നു. പടം കണ്ടതിന് ശേഷം റിവ്യൂ ഇടുന്നതായിരിക്കും. ഓക്കെ. വെൽക്കം ടു കേതപ്പള്ളി ചാനൽ. ദിലീപിൻ്റെ പ്രിൻസ് ഫാമിലിയായി പോയി തന്നെ കണ്ടു. അശ്വന്തുപോക്ക് റിവ്യൂവിൽ പറഞ്ഞ മാതിരിയൊന്നുമല്ല. സാധാരണ നമുക്കൊരു 2.5 മണിക്കൂർ തിയേറ്ററിൽ പോയി മനസ്സറിഞ്ഞ് ചിരിക്കാനും ചിന്തിക്കാനുമുള്ള സാധാരണ പ്രേക്ഷകനുള്ള പടം തന്നെയാണ്. നല്ല പടമാണ്. പിന്നെ ദിലീപിൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവാണ്. മോഹൻലാൽ തുടരുമെന്ന പടത്തിൽ വന്ന മാതിരി ആ പഴയ ദിലീപിനെ നമ്മൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. അതേമാതിരി നല്ല അഭിനയവും നല്ല ഗ്ലാമറും ഉണ്ട് ഈ പടത്തിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛനായി അഭിനയിച്ച സിദ്ദീഖ്, ബിന്ദു പണിക്കർ, ധ്യാൻ ശ്രീനിവാസൻ അനിയനായി അഭിനയിച്ച എല്ലാവരും വളരെ നന്നായിട്ടുണ്ട്. കോമഡിയെല്ലാം നമ്മൾ ഓർത്ത് ചിരിക്കുന്ന കോമഡികളാണ്. നല്ല ഗാനങ്ങളും. എടുത്തു പറയേണ്ടത് ഇന്ന് നടക്കുന്ന ഈ സത്യസന്ധമല്ലാത്ത വാർത്തകൾ കൊടുത്ത് എങ്ങനെയെങ്കിലും വൈറലാകണമെന്നുള്ള യൂട്യൂബേഴ്സിനുള്ള ഇതിനെ തുറന്നു കാട്ടുന്ന ഒരു ചിത്രം കൂടിയാണ് ദി പ്രിൻസ് ആൻഡ് ഫാമിലി. അഭിനയിച്ച നടിയുടെ പേര് അറിയില്ല. 2 പേരും. അതിൽ ദിലീപിൻ്റെ ഭാര്യയായി അഭിനയിക്കുന്ന, നായികയായിട്ട് അഭിനയിക്കുന്ന നടി വളരെ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത്. അതേമാതിരി മഞ്ജുപിള്ളയുടെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. മൊത്തത്തിൽ പടം സാധാരണ പ്രേക്ഷകനാണ്. അടൂർ ഗോപാലൻ്റെ പടങ്ങളും അരവിന്ദൻ്റെ പടങ്ങളും കണ്ട് ശീലിച്ചവർക്ക് അല്ല ഞാൻ പറയുന്നത്. നമ്മളൊക്കെയുള്ള സാധാരണക്കാർക്ക് ഒരു 2.5 മണിക്കൂർ മനസ്സുറന്നിച്ചിരിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഈ ചിത്രത്തിലുണ്ട്. ഇതിലെ എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും വളരെ മികച്ചതാണ്. ഒരു ബോറടിയുമില്ലാതെ വലിച്ചു നീട്ടാതെ ആണ് ചിത്രം വളരെ വേഗം പോകുന്നത്. നമ്മൾ ഇൻട്രോയിൽ ഒരു ഗംഭീര ചിരിയാണ് ചിത്രത്തിൽ. അത് കഴിഞ്ഞാൽ കുറച്ച് ചിന്തിക്കാനുമുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത കുറേ വാർത്താവതാരകരെ പൊളിച്ചു കാട്ടുന്ന യൂട്യൂബേഴ്സിനെ പൊളിച്ചു കാട്ടുന്ന ഒരു ചിത്രം കൂടിയാണ് ദിലീപിൻ്റെ ഈ പടം. ഈ ചിത്രത്തിൽ അവസാന രംഗത്ത് വരുന്ന ആഭ്യന്തര മന്ത്രിയായി വരുന്ന ഉർവശി കൈയടി വാങ്ങുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ന് ആണ് ഞങ്ങൾ ഫാമിലിയായിട്ട് ചിത്രം കാണാൻ പോയത്. കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. കൈയടിച്ചിട്ടാണ് ചിത്രം കണ്ടത്. അതേമാതിരി തിയേറ്ററിൽ ഫുള്ളായിരുന്നു. എന്നുവെച്ചാൽ ഒരു 10-15 സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം ഹൗസ്ഫുള്ളായിരുന്നു ചിത്രത്തിന്. ഞങ്ങളെ ടാലൻറ്റ് ഷോയ്ക്കാണ് പോയത്. അപ്പോൾ അശ്വന്തുപോക്കിൻ്റെ റിവ്യൂ ഏറ്റിട്ടില്ല. സാധാരണ പ്രേക്ഷകർ ദിലീപിൻ്റെ ഈ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ്. ഞാൻ ഈ ചിത്രത്തിന് നിങ്ങളോട് ധൈര്യപ്പെട്ട് ടിക്കറ്റ് എടുത്തോളൂ. കൊടുത്ത കാശ് ഒരിക്കലും നഷ്ടം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത പടവുമായി പടം വന്നിട്ട് അത് കണ്ടതിന് ശേഷം, കാണാതെ റിവ്യൂ ചെയ്യില്ല, കണ്ടതിന് ശേഷം റിവ്യൂവുമായി വരുന്നതായിരിക്കും. എല്ലാവരും കേതപ്പള്ളി ചാനലിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ദിലീപിൻ്റെ ചിത്രം നന്നായി നല്ല പടമാണെന്ന് തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ജയ് ഹിന്ദ്.